നമോ നാരായണായ. ശ്രീമന്നാരായണീയം ദശകം 27 പാലാഴി മഥനവും കൂർമ്മ അവതാരവും. ശ്രീമദ് ഭാഗവതത്തിലെ 8-ാം സ്കന്ധത്തിലെ 5 മുതൽ 12 വരെയുള്ള അധ്യായങ്ങളുടെ ഒരു സംക്ഷിപ്ത രൂപമാണ് 11 ശ്ലോകങ്ങളിലായിട്ട് നമുക്ക് ഈ ദശകത്തിൽ മേൽപ്പത്തൂർ തന്നിട്ടുള്ളത്. ദുർവാസാവ് മഹർഷിയുടെ ശാപമാണ് പ്രധാനമായും പറയുന്നത്. ഈ ശാപം കാരണം ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളും പിന്നീട് സംഭവിക്കുന്ന ധർമ്മത്തിന്റെ പുനഃസ്ഥാപനവും ആ നന്മയെക്കുറിച്ചുമാണ് ഇതിൽ പരാമർശിക്കുന്നത്. നമുക്കുണ്ടാവുന്ന ജീവിത സാഹചര്യങ്ങളിൽ പരാധീനരായിക്കൊണ്ട് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ള ദിശയറിയാതെ ഉഴലുമ്പോൾ ഓരോ വിഷമഘട്ടങ്ങളിലൂടെയും ആ പ്രതിസന്ധികളെ എപ്രകാരം തരണം ചെയ്യണം. ഇവിടെ ഒരു ശാപമാണ് പരാമർശിച്ചിരിക്കുന്നത്. ഈ ശാപത്തിൽ നിന്ന് ഭയന്ന് പിന്മാറാതെ അതിനെ തരണം ചെയ്യേണ്ടത് എപ്രകാരമാണ്, ഏറ്റവും കഠിനമായിട്ടുള്ള ഒരു പരിതസ്ഥിതിയാണ് വരുന്നത് എങ്കിൽ നമ്മൾ എപ്രകാരം അതിനെ കൈകാര്യം ചെയ്യണം എന്നും മറ്റും പറഞ്ഞു തരുന്ന വലിയൊരു അധ്യായമാണ് പാലാഴി മഥനം. ഈ 11 ശ്ലോകങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ നമുക്ക് അത് വ്യക്തമായിട്ട് മനസ്സിലാകും. അതിനെ മനസ്സിൽ ഉറപ്പിച്ച് മുന്നോട്ട് പോയാൽ നമ്മുടെ ജീവിതത്തിലും അത് പ്രാവർത്തികമാക്കാവുന്നതാണ്. ഒന്നാമത്തെ ശ്ലോകം: ദുർവാസാസുരവനിതാപ്ത ദിവ്യമാല്യം ശക്രായ സ്വയമുപദായ തത്ര ഭൂയ നാഗേന്ദ്ര പ്രതിമൃതിദേശാപശക്രം കാക്ഷാന്തി തുദിതര ദേവതാംശജാനാം. ദുർവാസഃ സുരവനിത ആപ്ത ദിവ്യമാല്യം. ദുർവാസാ സുരവനിതാപ്ത ദിവ്യമാല്യം ശക്രായ സ്വയം ഉപദായ തത്ര ഭൂയഃ. ശക്രായ സ്വയം ഉപദായ തത്ര ഭൂയഃ നാഗേന്ദ്ര പ്രതിമൃതിതേ ശശാപ ശക്രം കാക്ഷാന്തിഃ ത്വത് ഇതര ദേവതാംശജാനാം. കാക്ഷാന്തീസ്ത്വദിതര ദേവതാംശജാനാം. ദുർവാസ സുരവനിത ആപ്ത ദിവ്യമാല്യം. ദുർവാസാവ് മഹർഷിക്ക് സുരവനിത, ഒരു ദേവ വനിതയിൽ നിന്ന് ആപ്തം പ്രാപ്തമാക്കിയ ആ ദിവ്യമാല്യം, ഒരു ദിവ്യമായ മാല. ഒരിക്കൽ ദുർവാസാവ് മഹർഷി ഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോൾ സുഗന്ധപൂരിതമായ ഒരു ദിവ്യമാല ധരിച്ച ഒരു വിദ്യാധര സ്ത്രീയെ കണ്ടു, ഒരു അപ്സര സ്ത്രീയെ കണ്ടു. അപ്പോൾ ദുർവാസാവ് മഹർഷി ഈ മാലയിൽ ആകൃഷ്ടനായി. അതറിഞ്ഞ ആ സ്ത്രീ ഭക്തിപൂർവം തന്നെ അത് അദ്ദേഹത്തിന് സമ്മാനിച്ചു. ഈ മാല സാധാരണമായ ഒന്നായിരുന്നില്ല. സാക്ഷാൽ ശ്രീ മഹാലക്ഷ്മിയുടെ അംശമായ ആ ദിവ്യമായ മാല, ദിവ്യമായ ഐശ്വര്യവും അത്ര തന്നെ സൗന്ദര്യവും ഉള്ള ഒരു മാലയായിരുന്നു അത്. ഇത് ആർക്ക് നൽകണം എന്ന് മുനിവര്യൻ ആലോചിച്ചു. അങ്ങനെ ഒടുവിൽ ഇന്ദ്രന് തന്നെ നൽകാം എന്ന് തീരുമാനിച്ചു. ഇന്ദ്രന്റെ അഹങ്കാരം ഇല്ലാതാക്കാനും ഈശ്വരന്റെ അനുഗ്രഹത്തെ, അവന് ലഭിച്ച ആ പ്രസാദത്തെ അവൻ വേണ്ട രീതിയിൽ ബഹുമാനിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാനുമാണ് ദുർവാസാവ് മഹർഷി ദിവ്യമായ ആ മാല ഇന്ദ്രന് നൽകിയത്. അതാണ് ഇവിടെ പറയുന്നത്. ദുർവാസ സുരവനിത ആപ്ത ദിവ്യമാല്യം. ദുർവാസാവ് മഹർഷിക്ക് ഒരു ദേവസ്ത്രീയിൽ നിന്നും ലഭ്യമായ ആ ദിവ്യമായ മാല ശക്രായ സ്വയം ഉപദായ തത്ര ഭൂയഃ. ശക്രായ, ശക്രൻ ഇന്ദ്രന് സ്വയം ഉപദായ, സ്വന്തം ഇഷ്ടത്തോടെ തന്നെ, അതായത് ഞാൻ അവന് തന്നെ അത് നൽകും എന്ന ആ ഒരു തീരുമാനത്തോടെ ഇന്ദ്രദേവന് നൽകി, ഉപദായ നൽകി. തത്ര, അതിനുശേഷം ഭൂയഃ, പിന്നീട് സംഭവിച്ചത് നാഗേന്ദ്ര പ്രതിമൃതിതേ. ആ നാഗേന്ദ്രനാൽ, ആ ഇന്ദ്രദേവന്റെ ആ ഗജരാജനാൽ അത് ചവിട്ടി അരയ്ക്കപ്പെട്ടു. അതാണ് പറയുന്നത്. പ്രതിമൃതിതേ, ആ മാല നശിപ്പിക്കപ്പെട്ടപ്പോൾ ശശാപ ശക്രം, ആ ഇന്ദ്രനെ ദുർവാസാവ് മഹർഷി ശപിച്ചു. കാക്ഷാന്തി ത്വദിതര ദേവതാംശജാനാം. കാക്ഷാന്തി, എന്ത് ശാന്തിയാണ്? ത്വത് ഇതര ദേവതാംശജാനാം, അല്ലയോ ഭഗവാനെ, അങ്ങയുടേതല്ലാതെ മറ്റ് ദേവന്മാരുടെ അംശമായിട്ട് ജനിക്കുന്നവർക്ക് ഉണ്ടാകുന്നത്. അതായത് സത്വഗുണത്തിന്റെ മാത്രം അധിപനായിട്ടുള്ള മഹാവിഷ്ണുവിന്റെ ആ അംശത്തിൽ നിന്ന്
പിറവി കൊള്ളുന്നവർക്ക് മാത്രമേ ആ സത്വഗുണം ഉണ്ടാവുകയുള്ളൂ. മറിച്ച് മറ്റുള്ള ദേവന്മാർ രജോ ഗുണത്തിന്റെയും തമോ ഗുണത്തിന്റെയും അധിപന്മാരായിട്ടുള്ള ബ്രഹ്മാവിന്റെയോ മഹാദേവന്റെയോ അംശമാണെങ്കിൽ അവരുടെ ആ കോപത്തിനും അഹങ്കാരത്തിനും ഒക്കെ പാത്രമായിട്ടല്ല സംഭവിക്കുകയുള്ളൂ അങ്ങനെ ഉണ്ടാകുന്ന ആ ജന്മങ്ങൾ എന്ന് മേൽപ്പത്തൂർ ഇവിടെ പറയുകയാണ്. നമുക്കറിയാം ഭഗവാൻ മഹാവിഷ്ണു സത്വഗുണ സ്വരൂപിയാണ്. അതുപോലെ തന്നെ മഹാദേവനാവട്ടെ തമോ ഗുണ സ്വരൂപിയാണ്. എന്നാൽ ബ്രഹ്മാവാകട്ടെ രജോ ഗുണ അധീപനുമാണ്. അതുകൊണ്ടാണ് മേൽപ്പത്തൂർ ഇപ്രകാരം പറഞ്ഞത്, തൊതിതര ദേവതാംശജാനാം, അങ്ങയുടേതല്ലാതെ മറ്റ് ദേവന്മാരുടെ അംശത്തിൽ നിന്ന് ജനിക്കുന്നവർക്ക് കാക്ഷാന്തിഹി, എന്ത് ക്ഷാന്തിയാണ്, എങ്ങനെയാണ് ക്ഷമയുണ്ടാകുന്നത് എന്ന് പറയുകയാണ് ഈ ഓരോ ശ്ലോകത്തിൽ. ദുർവാസാസുരവനിതാപ്ത ദിവ്യമാല്യം ശക്രായ സ്വയമുപദായ തത്ര ഭൂയ നാഗേന്ദ്ര പ്രതിമൃതി ദേശശാപശക്രം കാക്ഷാന്തി തുതിതര ദേവതാംശജാനാം. രണ്ടാമത്തെ ശ്ലോകം. ശാപേന പ്രതിതജരേധ നിർജരേന്ദ്രേ ദേവേഷ്വപ്യസുരജിതേഷു നിഷ്പ്രഭേഷു ശർവാദ്യാ കമലജമേത്യ സർവദേവാ നിർവാണ പ്രഭവാ സമം ഭവന്തമാഭൂ. ശാപേന പ്രതിതജരേ അഥ നിർജരേന്ദ്രേ ദേവേഷു അപി അസുരജിതേഷു നിഷ്പ്രഭേഷു ശർവാദ്യാഃ കമലജം ഏത്യ സർവദേവാ നിർവാണ പ്രഭവ സമം ഭവന്തം ആപുഹു. അഥ അനന്തരം നിർജരേന്ദ്രേ, നിർജരന്മാരായിട്ടുള്ള അതായത് ജരാനരകൾ ബാധിക്കാത്തവരായ ദേവേന്ദ്രനും ദേവന്മാരും ശാപേന ദുർവാസാവ് മഹർഷിയുടെ ശാപത്താൽ പ്രതിതജരേ ജരാനരകൾ ബാധിച്ച് ദേവേഷു അപി, അപ്പോൾ അങ്ങനെയാണ് ദുർവാസാവ് മഹർഷി ദേവേന്ദ്രനെ ശപിച്ചത്. താൻ മാനിച്ചു കൊടുത്ത ആ മാലയെ അപമാനിച്ചതിന് ക്ഷിപ്രകോപിയായ ദുർവാസാവ് മഹർഷി ഇന്ദ്രനും ദേവവർഗം ഒന്നടങ്കവും ജരാനരകൾ ബാധിച്ച് ഐശ്വര്യം നഷ്ടപ്പെട്ടവരായി തീരട്ടെ എന്ന് ആണ് ശപിച്ചത്. ആ ശപിച്ചിട്ട് ശാപമോക്ഷം പോലും കൊടുക്കാതെയാണ് അദ്ദേഹം അവിടെ നിന്ന് പോകുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. മുമ്പ് ജരാനരകൾ ബാധിച്ചിട്ടില്ലാത്തവരായ ദേവേന്ദ്രൻ തുടങ്ങിയ മറ്റ് എല്ലാ ദേവന്മാർക്കും പിന്നീട് ജരാനരകൾ ബാധിച്ചു. അങ്ങനെ ശക്തി ക്ഷയിച്ച ആ ദേവന്മാരെ പിന്നീട് അസുരജിതേഷു അസുരന്മാരാൽ തോൽപ്പിക്കപ്പെട്ട് നിഷ്പ്രഭേഷു അങ്ങനെ നിഷ്പ്രഭരായി തീർന്ന അവരെ ശർവാദ്യഹ ശർവൻ തുടങ്ങിയ സർവദേവാഹ എല്ലാ ദേവന്മാരും കൂടി കമലജം ഏത്യ ആ ബ്രഹ്മാവിന്റെ അടുത്ത് ചെന്ന് സമം ബ്രഹ്മാവിനോടൊത്ത് ബ്രഹ്മാവിനെയും കൂട്ടി നിർവാണപ്രഭവ നിർവാണപ്രദനായ അലയോ ഭഗവാനെ ഭവന്തമാപുഹു അങ്ങയെ അഭയം പ്രാപിച്ചു. ദുർവാസാവ് മഹർഷിയുടെ ശാപത്താൽ ജരാനരകൾ വ്യാപിച്ച ദേവേന്ദ്രനും മറ്റുള്ള എല്ലാ ദേവന്മാരും ഐശ്വര്യം നഷ്ടപ്പെട്ട് അസുരന്മാരാൽ യുദ്ധത്തിൽ തോൽപ്പിക്കപ്പെട്ടു. ആ സമയത്ത് ശങ്കരാദികളായിട്ടുള്ള സകല ദേവന്മാരും ബ്രഹ്മാവിനെ സമീപിച്ചു. അദ്ദേഹത്തോടുകൂടി അലയോ ഭഗവാനെ അങ്ങയെ അഭയം പ്രാപിച്ചു എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. ശാപേന പ്രതിതജരേധ നിർജരേന്ദ്രേ ദേവേഷ്വപ്യ സുരജിതേഷു നിഷ്പ്രഭേഷു സർവാദ്യാ കമലജമേത്യ സർവദേവാ നിർവാണ പ്രഭവാ സമം ഭവന്തമാഭൂ. മൂന്നാമത്തെ ശ്ലോകം. ബ്രഹ്മാദ്യൈ സ്തുതമഹിമാചിരം തദാനീം പ്രാദുഷ്യൻ വരദാ പുരപരേണ ധാംന ഹേ ദേവാദിതിജകുലൈർവിധായ സന്ധിം പീയൂഷം പരിമഥതേതി പര്യശാസ്ത്വം. ബ്രഹ്മാദ്യേഹി സ്തുതമഹിമ ചിരം തദാനീം പ്രാദുഷൻ വരദാ പുരഃ പരേണ ധാംന ഹേ ദേവാ ദിതിജകുലൈഹി വിധായ സന്ധിം പീയൂഷം പരിമഥതേ ഇതി പര്യശാഹ ത്വം. ബ്രഹ്മാദ്യേഹി ബ്രഹ്മാവ് തുടങ്ങിയ എല്ലാ ദേവന്മാരാലും ചിരം സ്തുത മഹിമ അങ്ങനെ ഭഗവാന്റെ സമക്ഷമെത്തി
ബ്രഹ്മാവും മറ്റുള്ള എല്ലാ ദേവന്മാരും കൂടി ഭഗവാന്റെ മഹിമകളെ വർണ്ണിച്ചുകൊണ്ട് കുറെ നേരം അങ്ങനെ സ്തുതിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അത് കേട്ട് ത്വം, അല്ലയോ ഭഗവാനെ, അവിടുന്ന് തദാനിം, അപ്പോൾ തന്നെ, പുരഹ, അവരുടെ മുന്നിൽ, പരേണധാംന, ദിവ്യ തേജസ്സോടുകൂടി, പ്രാദുഷൻ, പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് ഹേ ദേവാഹ, അല്ലയോ ദേവന്മാരെ, ദിതിജ കുലൈഹി, നിങ്ങൾ ദിതിയുടെ കുലത്തോട്, അതായത് അസുരന്മാരോട്, സന്ധിംവിതായ, എത്രയും പെട്ടെന്ന് സന്ധി ചെയ്താലും അതിനുശേഷം പീയൂഷം പരിമതത, ആ പീയൂഷത്തെ മതിച്ചെടുത്താലും, ഇതി പര്യശാഹ, ഇപ്രകാരം ഉപദേശിച്ചു. ഭഗവാൻ ദിവ്യ തേജസ്സോടുകൂടി അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് അവരോട് ഇപ്രകാരം പറഞ്ഞു: അല്ലയോ ദേവന്മാരെ, നിങ്ങൾ എത്രയും വേഗം ദൈത്യന്മാരോട് സന്ധി ചെയ്ത് ആ അമൃത മഥനം ചെയ്താലും എന്ന് അവരോട് ഉപദേശിച്ചു എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. ബ്രഹ്മാദ്യൈ സ്തുതമഹിമാചിരം തദാനീം പ്രാദുഷ്യൻ വരദാ പുരപരേണ ധാംന ഹേ ദേവാദിതിജകുലൈർവിധായ സന്ധിം പീയൂഷം പരിമഥതേതി പര്യശാസ്ത്വം. നാലാമത്തെ ശ്ലോകം. സന്ധാനം കൃതവതി ദാനവൈ സുരൗഖേ മന്ധാനം നയതി മദേന മന്ദരാദ്രിം പൃഷ്ടേസ്മിൻ ബദരമിവോദ്വഹൻ ഖഗേന്ദ്രേ സദ്യസ്ത്വം വിനിഹിതവാൻ പയപയോധൗ. സന്ധാനം കൃതവതി ദാനവൈഹി സുരേന്ദ്രൈഹി സുരൗഖേ മന്ധാനം നയതി മദേന മന്ദരാദ്രിം പൃഷ്ടേ അസ്മിൻ ബദരം ഇവ ഉദ്വഹൻ ഖഗേന്ദ്രേ സദ്യഃ ത്വം വിനിഹിതവാൻ പയോധൗ. സുരൗഖേ, സുരന്മാര്, ആ ദേവന്മാർ, ദാനവൈഹി സന്താനം, ദാനവൈഹി സന്താനം കൃതവതി, അങ്ങനെ അസുരന്മാരുമായി സന്ധി ചെയ്തു. അതിനുശേഷം മന്ധാനം, പാലാഴിയെ കടയുവാനായിട്ട് മന്ദരാദ്രിം, ആ മന്ദരപർവ്വതത്തെ മദേന നയതി, അപ്പം പാലാഴി കടയുന്നതിന് വേണ്ടിയിട്ട് മത്തു വേണം, കടകോല് വേണം. ആ കടകോലിനായിട്ട് മന്ദരപർവ്വതത്തെയാണ് നിർദ്ദേശിച്ചത്. ആ മന്ദരപർവ്വതത്തെ കൊണ്ടുവരുവാനായിട്ട് ദേവന്മാരെല്ലാരും കൂടെ മദേന നയതി, അഹങ്കാരത്തോടുകൂടി അതിനെ എടുത്തു കൊണ്ടുവരാനായിട്ട് പോയി. അങ്ങനെ ആ മന്ദരത്തെ എടുത്ത് പൊക്കുവാനായിട്ട് ശ്രമിച്ചപ്പോൾ അസ്മിൻ ഭ്രഷ്ടേ, അത് അവരുടെ കയ്യിൽ നിന്നും വഴുതി താഴെ വീണുപോയി. അവർക്ക് അത്ര എളുപ്പം ആ മന്ദരപർവ്വതത്തെ എടുക്കുവാൻ സാധിച്ചില്ല. സദ്യഃ ത്വം, അപ്പോൾ തന്നെ അങ്ങ്, ബദരം ഇവ, ബദരം, ബദരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പഴമാണ്, ബദരപ്പഴം, ലെന്തക്കുരു എന്ന് പറയും. പഴം, ഒരു ലെന്തപ്പഴം, ഒരു ഗരുഡൻ ഒരു പഴം കൊത്തിയെടുക്കുന്നത് പോലെ, ഖഗേന്ദ്രേ ഉദ്വഹൻ, ഗരുഡന്റെ പുറത്ത് എടുത്തു വെച്ച്, പയപയോധൗ, ആ പാൽക്കടൽ മധ്യത്തിൽ, വിനിഹിതവാൻ, അതിനെ ഉറപ്പിച്ച് നിർത്തി. പാലാഴി മതിക്കുവാനുള്ള കടകോലാക്കുവാനായിട്ട് ആ മന്ദരപർവ്വതത്തെയാണ് ഭഗവാൻ നിർദ്ദേശിച്ചത്. അതുകൊണ്ട് അതിനെ എടുത്തുകൊണ്ട് വരുവാനായിട്ട് അഹങ്കാരത്തോടു കൂടി തന്നെ പോയി. ആ സമയത്ത് അവർക്ക് അതിനെ എടുക്കുവാൻ സാധിച്ചില്ല. അത് അവരുടെ കയ്യിൽ നിന്നും താഴെ വീണുപോയി. അപ്പോൾ ഭഗവാൻ ഈ ഗരുഡൻ എപ്രകാരമാണോ ഒരു ലെന്തപ്പഴത്തെ ഉയർത്തിയെടുക്കുന്നത്, അപ്രകാരം തന്നെ ഗരുഡാരൂഢനായ അവിടുന്ന് ആ മന്ദരപർവ്വതത്തെ കൈകളാൽ ഉയർത്തിയെടുത്ത് പാൽക്കടലിന്റെ മധ്യത്തിൽ അതിനെ ഉറപ്പിച്ചു നിർത്തി എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. സന്താനം കൃതവതി ദാനവൈ സുരൗഖേ മന്ദാനം നയതി മദേന മന്ദരാദ്രിം പൃഷ്ടേസ്മിൻ ബദരമിവോദ്വഹൻ ഖഗേന്ദ്രേ സദ്യസ്ത്വം വിനിഹിതവാൻ പയപയോധൗ. അഞ്ചാമത്തെ ശ്ലോകം. ആധായ ദ്രുതമദവാസുഗീം വരത്രാം പാദോധൗ വിനിഹിത സർവബീജജാലേ പ്രാരബ്ധേ മഥനവിധൗ സുരാസുരൈസ്തൈർ വ്യാജാത്വം ഭുജഗമുഖേ കരോസുരാരീൻ. ആധായ ദ്രുതം അധ വാസുകീം വരത്രാം പാദോധൗ വിനിഹിത സർവബീജജാലേ പ്രാരബ്ധേ മഥനവിധൗ സുരാസുരൈഃ തൈഃ വ്യാജാത്വം ഭുജഗമുഖേഃ
അകരോഹോ സുരാരീൻ അധ അനന്തരം തൈഹി സുരാസുരൈഹി അങ്ങനെ ആ ദേവന്മാരും അസുരന്മാരും ദ്രുതം പെട്ടെന്ന് വാസുകിയെ വരത്രാമാതായ കയറുപോലെ ആ മന്ദരപർവ്വതത്തിൽ ചുറ്റിക്കൊണ്ട് വിനിഹിത സർവ ബീജജാലേ ആ സകലമാന ഔഷധികളുടെയും വിത്തുകളെ ബീജത്തെ ആ ജലത്തിൽ നിക്ഷേപിച്ചു. പിന്നീട് പാതോധൗ ആ സമുദ്രമധ്യത്തിൽ മഥനവിധൗ പ്രാരബ്ധേ പാലാഴിയെ കടയുവാൻ തുടങ്ങിയപ്പോൾ ത്വം വ്യാജാത് അങ്ങ് വ്യാജമായിട്ട് ദേവന്മാരെ നിങ്ങൾ ഇങ്ങി വരൂ, നിങ്ങള് വാസുകിയുടെ തലഭാഗത്ത് നിൽക്കൂ, അസുരന്മാര് വാലുഭാഗത്ത് നിൽക്കട്ടെ എന്ന് ഇപ്രകാരം അവരോട് പറഞ്ഞു. അപ്പൊ ഭഗവാൻ അറിയാം ഭഗവാൻ എന്തു പറയുന്നു, അതിന് വിപരീതമായിട്ടേ അസുരന്മാർ പ്രവർത്തിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ വ്യാജം പ്രവർത്തിച്ചു എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് കേട്ടുകൊണ്ട് അസുരന്മാർ പറഞ്ഞു, ആഹാ അതെന്താ അങ്ങനെ, ഞങ്ങൾ അവിടെ പിടിച്ചോളാം, നിങ്ങൾ വാല് പിടിച്ചോ എന്നും പറഞ്ഞുകൊണ്ട് വാൽഭാഗം ദേവന്മാർക്കും കൊടുത്തു. അസുരന്മാര് തലഭാഗവും പിടിക്കാൻ ഇടയായി. അതാണ് പറഞ്ഞത് ഭഗവാന്റെ വ്യാജ പ്രവൃത്തിയാൽ അസുരന്മാരെ പുജകമുഖേ അകരോഹോ വാസുകിയുടെ തലഭാഗത്ത് ആക്കി തീർത്തു എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. അനന്തരം സർവ ഔഷധങ്ങളുടെയും വിത്തുകളെ ആ പാൽക്കടലിൽ നിക്ഷേപിച്ചിട്ട് വാസുകിയെ മന്ദരപർവ്വതത്തിന് കയറാക്കിക്കൊണ്ട് ദേവന്മാരും അസുരന്മാരും കൂടി പാലാഴി കടയുവാൻ തുടങ്ങി. അപ്പോൾ വാസുകിയുടെ വാലിൽ പിടിക്കരുത്, പുച്ഛഭാഗം നികൃഷ്ടമാണ് എന്ന് പറഞ്ഞ് വ്യാജമായിട്ട് ദേവന്മാരോടായിട്ട് ഭഗവാൻ ഇപ്രകാരം പറഞ്ഞു. ഇത് കേട്ട ദേവകൾ മുഖഭാഗത്തെ പിടിക്കുവാനായിട്ട് ചെന്നു. അപ്പോൾ അഹങ്കാരികളായിട്ടുള്ള ആ അസുരന്മാർ അതിനെ സമ്മതിച്ചില്ല. അത് ഞങ്ങൾ പിടിച്ചുകൊള്ളാം എന്നും പറഞ്ഞ് ആ ഭാഗം അവര് തന്നെ കൈക്കലാക്കി. വാൽഭാഗം ദേവന്മാർക്ക് തന്നെ കിട്ടുകയും ചെയ്തു. ഈ പാലാഴി മഥനത്തിലൂടെ നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട നിരവധിയായിട്ടുള്ള പാഠങ്ങളെയാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. നമുക്കൊക്കെ അറിയാവുന്നതാണ്, പക്ഷെ എന്നാലും നമ്മൾ അനുസരിക്കാറോ നമ്മുടെ ജീവിതത്തിൽ നടപ്പിലാക്കുവാൻ ശ്രമിക്കുകയോ ചെയ്യാറില്ല. അത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. ക്ഷമ, സഹകരണം, വിട്ടുവീഴ്ച, ലക്ഷ്യബോധം എന്നിവയൊക്കെ വളരെ വ്യക്തമായിട്ടാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഇവിടെ അസുരന്മാരും ദേവന്മാരും ശത്രുക്കളാണ്. സഹകരണത്തിന്റെ ശക്തി കാണിക്കുകയാണ്. വളരെ ശത്രുക്കളായിരുന്ന ദേവന്മാരും അസുരന്മാരുമാണ് ശത്രുത മറന്ന് ഒന്നിച്ചപ്പോഴാണ് അവരുടെ ലക്ഷ്യം നേടുവാനായിട്ട്. വൈരം നിമിത്തം നമുക്ക് ഒന്നും പ്രാപ്തമാകൂല എന്ന് നമുക്ക് ഇവിടെ പറഞ്ഞു തരുന്നു. ആ ഒരു സഹകരണത്തിന്റെ ശക്തിയാണ് ഇവിടെ കാണിക്കുന്നത്. പിന്നെ അഹങ്കാരത്താൽ അബദ്ധത്തിൽ ചെന്ന് ചാടുമെന്നും പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. ആധായ ദ്രുതമതവാസുകീം വരത്രാം പാഥോധൗ വിനിഹിത സർവ ബീജജാലേ പ്രാരബ്ധേ മഥനവിധൗ സുരാസുരൈസ്തൈർ വ്യാജാത്വം ഭുജഗമുഖേ കരോ സുരാരീൻ. ആറാമത്തെ ശ്ലോകം. ക്ഷുബ്ധാബ്ദ്രൗ ക്ഷുഭിത ജലോദരേ തദാനിം ദുഗ്ധാബ്ദൗ ഗുരുതര ഭാരതോ നിമഗ്നേ ദേവേഷു വ്യതിതതമേഷു തത്പ്രിയൈഷി പ്രാണൈഷി കമഠതനും കഠോരപൃഷ്ടാം. ക്ഷുബ്ധാബ്ദ്രൗ ക്ഷുഭിത ജലോദരേ തദാനിം ദുഗ്ധാബ്ദൗ ഗുരുതര ഭാരതഃ നിമഗ്നേ ദേവേഷു വ്യതിതതമേഷു തത്പ്രിയൈഷി പ്രാണൈഷീഹി കമഠതനും കഠോരപൃഷ്ടാം. ക്ഷുബ്ധാബ്ദ്രൗ ക്ഷുഭിത ജലോദരേ തദാനിം ക്ഷോഭിച്ച് ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ പാൽക്കടലിൽ ദുഗ്ധാബ്ദൗ ഗുരുതര ഭാരതേ നിമഗ്നേ നമ്മൾ എപ്രകാരമാണോ തൈര് കടയുന്നത് അപ്രകാരം അതിശക്തമായിട്ട് രണ്ട് സൈഡിൽ നിന്നും ദേവന്മാരും അസുരന്മാരും ആ മന്ദരപർവ്വതത്തെ വലിച്ചു കറക്കുകയാണ്. അങ്ങനെ അതിശീഘ്രം കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആ മന്ദരപർവ്വതം അതിന്റെ ആ ഗുരുതരമായിട്ടുള്ള അധികരിച്ച അതിന്റെ ഭാരം കാരണം താണു പോകുവാൻ തുടങ്ങിയത്. നിമഗ്നേ അത് ആ ജലത്തിലേക്ക് താണു പോകാൻ സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് താണു പോകുവാൻ തുടങ്ങിയപ്പോൾ ദേവേഷു വ്യതിതതമേഷു ദേവന്മാരാകട്ടെ അപ്പോൾ വളരെയധികം വിഷമിക്കുന്നത് കണ്ട് അവരെ തളർത്താതിരിക്കുവാനായിട്ട്, കാരണം മഥനം പിന്നെയും തുടരേണ്ടതായിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഇപ്പോൾ
അപ്പോൾ അവര് വിഷമിച്ചു പോയാൽ, ഉത്സാഹം നഷ്ടപ്പെട്ടാൽ പിന്നീട് അത് ഒന്നും നടക്കത്തില്ല. അതുകൊണ്ട് തന്നെ തത്പ്രിയൈഷി, അവരെ സന്തോഷിപ്പിക്കുവാനായിട്ട് പെട്ടെന്ന് തന്നെ ഭഗവാൻ കഠോരപൃഷ്ടാം, കട്ടികൂടിയ ആ ഒരു പുറന്തോടോടു കൂടിയ ഒരു രൂപത്തെയാണ് സ്വീകരിച്ചത്. കമഠതനും, ഒരു വലിയ കൂർമ്മം, അതായത് ആമയായിട്ട് പ്രാണേഷി രൂപമെടുത്തു. അങ്ങനെ ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന പാൽക്കടലിൽ ആ മഥനത്തിന്റെ വേഗം കൊണ്ട് അതിശീഘ്രം അങ്ങനെ ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുന്ന മന്ദരപർവ്വതം അതിന്റെ ഭാരത്താൽ പാലാഴിയുടെ അടിത്തട്ടിലേക്ക് താണു പോകുന്നത് കണ്ട് ദേവന്മാർക്ക് ദുഃഖമുണ്ടായി. ഭഗവാൻ അവരെ ഒന്ന് പ്രീതിപ്പെടുത്തുവാനായിട്ട് ഉടൻ തന്നെ അവരെ സഹായിക്കുവാനായിട്ട് മുന്നോട്ട് വന്നു. ക്ഷുബ്ദാബ്ദ്രൗ ക്ഷുഭിത ജലോദരേ തദാനീം ദുഗ്ധാബ്ദൗ ഗുരുതര ഭാരതോ നിമഗ്നേ ദേവേഷു വ്യതിതതമേഷു തത്പ്രിയൈഷി പ്രാണേഷി കമഠതനും കഠോരപൃഷ്ടാം. ഏഴാമത്തെ ശ്ലോകം. വജ്രാതിസ്ഥിരതര കർപ്പരേണ വിഷ്ണു വിസ്താരാൽ പരിഗതലക്ഷയോജനേന അംഭോദേ കുഹരഗതേന വർഷ്മണാത്വം നിർമഗ്നം ചിരിതരനാഥമുന്നിനേധ. വജ്രാദി സ്ഥിരതര കർപ്പരേണ വിഷ്ണു വിസ്താരാത് പരിഗത ലക്ഷയോജനേന അംഭോദേഹേ കുഹരഗതേന വർഷ്മണ ത്വം നിർമഗ്നം ക്ഷിതിതരനാഥം മുന്നിനേധ. ഹേ വിഷ്ണു, അല്ലയോ ഭഗവാനെ, ത്വം അങ്ങ് വജ്രാദി സ്ഥിരതര കർപ്പരേണ, വിഷ്ണു അല്ലയോ ഭഗവാനെ, അങ്ങ് ആ വജ്രത്തെക്കാൾ കാഠിന്യമേറിയ പുറന്തോടോടും അതുപോലെ തന്നെ വിസ്താരാ പരിഗത ലക്ഷയോജനേന, അതിന്റെ വിസ്താരമാകട്ടെ 1,00,000 യോജന വിസ്താരത്തോടും കൂടിയ സ്വരൂപത്തെ സ്വീകരിച്ച ഭഗവാൻ അംഭോദേഹേ സമുദ്രത്തിന്റെ കുഹരഗതേന അടിത്തട്ടിലേക്ക് നിർമഗ്നം താണു പൊയ്ക്കൊണ്ടിരിക്കുന്ന ക്ഷിതിതര നാഥം ആ മന്ദരപർവ്വതത്തിനെ മുന്നിനേധ അതിനെ ഉയർത്തിക്കൊണ്ടുവന്നു. അല്ലയോ സർവവ്യാപിയായ ഭഗവാനെ വിഷ്ണു, ആ വജ്രത്തെക്കാൾ കാഠിന്യമേറിയ പുറന്തോടോടും 1,00,000 യോജന വിസ്താരത്തോടും കൂടിയ ഒരു സ്വരൂപത്തെ സ്വീകരിച്ചിട്ട് അല്ലയോ ഭഗവാനെ അങ്ങ് സമുദ്രത്തിന്റെ അന്തർഭാഗത്തേക്ക് പ്രവേശിച്ചിട്ട് ആ ജലത്തിൽ മുങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്ന ആ മന്ദരപർവ്വതത്തെ ഉയർത്തിക്കൊണ്ടുവന്നു എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. വജ്രാതിസ്ഥിരതര കർപ്പരേണ വിഷ്ണു വിസ്താരാൽ പരിഗത ലക്ഷയോജനേന അംഭോദേ കുഹരഗതേന വർഷ്മണാത്വം നിർമഗ്നം ചിരിതരനാഥമുന്നിനേധ. എട്ടാമത്തെ ശ്ലോകം. ഉന്മഗ്നേ ഝടിതി തദാ ധരാധരേന്ദ്രേ നിർമേധോർദൃഢമിഹ സമ്മദേന സർവേ ആവിശ്യദ്വിതയഗണേപി സർപ്പരാജേ വൈവശ്യം പരിശമയന്നവീവൃതസ്ഥാൻ. ഉന്മഗ്നേ ഝടിതി തദാ ധരാധരേന്ദ്രേ നിർമേധുഃ ദൃഢം ഇഹ സമ്മദേന സർവേ ആവിശ്യ ദ്വിതയഗണേ അപി സർപ്പരാജേ വൈവശ്യം പരിശമയൻ അവീവൃതസ്താൻ അവീവൃതഃ താൻ. തഥാ അപ്പോൾ ധരാധരേന്ദ്രേ ആ മന്ദരപർവ്വതം ഝടിതി ഉന്മഗ്നേ പെട്ടെന്ന് പൊങ്ങി വന്ന ആ സമയത്ത് ഇഹ അവിടെ ഉണ്ടായിരുന്ന സർവേ എല്ലാവരും സമ്മതേന സന്തോഷത്തോടെ ദൃഢം നിർമേതുഹു പിന്നെ ശക്തിയായിട്ട് മഥനം ചെയ്തു തുടങ്ങി. ത്വം അവിടുന്ന് ദ്വിതയഗണേ ആ 2 സംഘത്തിലും ഉണ്ടായിരുന്ന ആ ദേവന്മാരിലും അസുരന്മാരിലും സർപ്പരാജേ അപി ആ സർപ്പരാജനിലും ആ വാസുകിയിലും ആവിശ്യ പ്രവേശിച്ചിട്ട് വൈവശ്യം പരിശമയൻ അവരുടെ ആ വൈവശ്യത്തെ അവരുടെ ആ പാരവശ്യത്തെ ശമിപ്പിച്ചിട്ട് അവരെ താൻ അവീവൃതഃ അവരെ ഊർജ്ജസ്വലരാക്കി മാറ്റി. ഭഗവാൻ ആമയായിട്ട് ആ മന്ദരപർവ്വതത്തിന്റെ കീഴേ നിന്ന് താങ്ങി അതിനെ ഉയർത്തി മുകളിലോട്ട് ആ മന്ദരപർവ്വതം അങ്ങനെ ഉയർന്നു വന്നപ്പോൾ അസുരന്മാരും
അസുരന്മാരും ദേവന്മാരും സന്തോഷത്തോടുകൂടി വീണ്ടും ശക്തിയായിട്ട് മഥനം ചെയ്യുവാൻ തുടങ്ങി. അപ്പോൾ സർവവ്യാപിയായ അല്ലയോ ഭഗവാനെ, അങ്ങ് ആ ദേവന്മാരിലും അസുരന്മാരിലും വാസുകിയിലും സൂക്ഷ്മരൂപിയായി പ്രവേശിച്ച് അവരുടെ ആ പാരവശ്യത്തെ ശമിപ്പിച്ചു. അങ്ങനെ അവരെ ഊർജ്ജസ്വലരാക്കി മാറ്റി എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. ഉന്മഗ്നേ ജഡിതി തദാധരാധരേന്ദ്രേ നിർമേധൂർദൃഢമിഹ സമ്മതേന സർവേ ആവിശ്യദ്യുദയഗണേപി സർപ്പരാജേ വൈവശ്യം പരിശമയന്നവീവൃതസ്ഥാൻ. 9-ാമത്തെ ശ്ലോകം. ഉദ്ദാമ ഭ്രമണ ജവോന്നമദ്ഗിരീന്ദ്ര ന്യസ്തൈക സ്ഥിരതരഹസ്ത പങ്കജം ത്വാം അപ്രാന്തേ വിധിഗിരിശാദയ പ്രമോദാത് ഉദ്ഭ്രാന്താനുനുരുപാത്ത പുഷ്പവർഷ. ഉദ്ദാമ ഭ്രമണ ജവോ ഉന്നമത് ഗിരീന്ദ്ര ന്യസ്ത ഏക സ്ഥിരതര ഹസ്ത പങ്കജം ത്വാം അപ്രാന്തേ വിധി ഗിരിശാദയഃ പ്രമോദാത് ഉദ്ഭ്രാന്ത നുനുവുഹു ഉപാത്ത പുഷ്പവർഷഃ. ഉദ്ദാമ ഭ്രമണ ജവ ഉന്നമത് ഗിരീന്ദ്രഃ. അങ്ങനെ അതിശക്തമായിട്ടുള്ള ആ മഥനം കാരണം വീണ്ടും ഉന്നമത് ഗിരീന്ദ്രം, അങ്ങനെ ഭഗവാന്റെ പ്രവേശത്തോടെ അവർക്കുണ്ടായ ആ ഉന്മേഷത്തോടെ അവർ ശക്തിയായിട്ട് മന്ദരപർവ്വതത്തെ വെച്ച് ആ പാലാഴി കടയുവാൻ തുടങ്ങി. അങ്ങനെ ശക്തിയായിട്ടുള്ള ആ മഥനം കാരണം ഭ്രമിച്ച് ഇളകുന്ന ആ മന്ദരപർവ്വതം മുകളിലേക്ക് ഉയർന്നു വീഴുവാൻ തുടങ്ങി. ഉദ്ദാമ ഭ്രമണ ജവ ഉന്നമത് ഗിരീന്ദ്രം. അങ്ങനെ ഭ്രമിച്ചിളകുന്ന മന്ദരപർവ്വതം മുകളിലേക്ക് ഉയർന്നു വീഴാൻ തുടങ്ങിയപ്പോൾ, അത് മറിഞ്ഞു വീഴുവാനായിട്ട് തുടങ്ങിയപ്പോൾ, നെസ്ത ഏക സ്ഥിരതര ഹസ്തപങ്കജം, ഭഗവാന്റെ ആ ഒരു കൈത്തലം പർവ്വതത്തിന്റെ മുകളിൽ വെച്ച് അത് വീഴാതെ ഉറപ്പിച്ച് അങ്ങനെ നിർത്തി. ആ പർവ്വതത്തിന്റെ മുകളിലായിട്ട് ഒരു കൈത്തലം അമർത്തി അങ്ങനെ വെച്ചുകൊണ്ട് മന്ദരപർവ്വതത്തെ മറിഞ്ഞു വീഴാതെ നിലനിർത്തി. ത്വാം, അപ്പോൾ അങ്ങയെ അപ്രാന്തേ ആകാശത്ത് വിധിഹി ഗിരിശാദയഃ, ആ ബ്രഹ്മരുദ്രാദികൾ പ്രമോദാത് സന്തോഷപരവശരായിട്ട് ഉപാത്ത പുഷ്പവർഷഃ, പുഷ്പവൃഷ്ടി ചെയ്തുകൊണ്ട് നുനുവുഹു സ്തുതിച്ചു. അങ്ങനെ ഒരു കൈത്തലം കൊണ്ട് ആ മന്ദരപർവ്വതത്തെ ഉറപ്പിച്ച് അവിടെ തന്നെ നിർത്തി. ഇതെല്ലാം കണ്ടുകൊണ്ട് ആകാശത്ത് ബ്രഹ്മദേവനും രുദ്രദേവനും മറ്റുള്ള ദേവന്മാരെല്ലാം ഉണ്ടായിരുന്നു. അവരെല്ലാം അത് കണ്ട് ഭഗവാനെ സ്തുതിച്ച് പുഷ്പവർഷം ചെയ്തു എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. ഉദ്ദാമ ഭ്രമണ ജവോന്നമദ്ഗിരീന്ദ്ര ന്യസ്തൈക സ്ഥിരതരഹസ്ത പങ്കജം ത്വാം അപ്രാന്തേ വിധിഗിരിശാദയ പ്രമോദാത് ഉദ്ഭ്രാന്താനുനുരുപാത്ത പുഷ്പവർഷ. 10-ാമത്തെ ശ്ലോകം. ദൈത്യൗഖേ ഭുജഗമുഖാനിലേന ദപ്തേ തേനൈവ ത്രിദശകുലേപി കിഞ്ചിദാർത്തേ കാരുണ്യാത്തവ കില ദേവവാരിവാഹാം പ്രാവർഷന്നമരഗണാന്ന ദൈത്യസംഘാൻ. ദൈത്യൗഖേ ഭുജഗമുഖ അനിലേന തപ്തേ തേന ഏവ ത്രിദശകുലേ അപി കിഞ്ചിത് ആർത്തേ കാരുണ്യാത് തവ കില ദേവ വാരിവാഹ പ്രാവർഷൻ അമരഗണാഹ ന ദൈത്യ സംഘാൻ. ദൈത്യൗഖേ, ആ ദൈത്യന്മാർ അതായത് അസുരന്മാർ, ഭുജഗമുഖ അനിലേന, ആ വാസുകിയുടെ മുഖത്തു നിന്നും പുറപ്പെട്ട കാറ്റേറ്റിട്ട്, തപ്തേ, ആ ചൂടിനാൽ സഹിക്കവയ്യാതെ അങ്ങനെ തപിച്ചുകൊണ്ടിരുന്നപ്പോൾ, തേന ഏവ, അത് പിന്നെ, ത്രിദശകുലേ, പിന്നീടത് ദേവന്മാരുടെ സൈഡിലേക്കും വ്യാപിച്ചു. അപ്പോൾ അത് ദേവന്മാർക്ക് കിഞ്ചിത ആർത്തേ, കുറച്ച് പരവശരായി എന്ന് കണ്ട്, ഹേ ദേവ, അല്ലയോ ഭഗവാനെ, അങ്ങ് തവ കാരുണ്യാത് കില, അങ്ങയുടെ കാരുണ്യത്താൽ തന്നെയാകണം, വാരിവാഹാഹ, ആ മേഘങ്ങൾ, പ്രാവർഷൻ അമരഗണാൻ, ദേവന്മാരുടെ ഭാഗത്ത് മഴ പെയ്യിച്ചു, ആ വർഷം ഉണ്ടായി. എന്നാൽ ന ദൈത്യസംഘാൻ, എന്നാൽ ആ ദൈത്യന്മാരുടെ ഭാഗത്ത് അതുണ്ടായില്ല. ഒരു സൈഡിലാണ് മഴ പെയ്തത്, അത് ദേവന്മാർക്ക് ആശ്വാസമായി. എന്നാൽ അസുരന്മാരുടെ ഭാഗത്ത് മഴ ഉണ്ടായതും ഇല്ല എന്ന് പറയുകയാണ്. ഇപ്രകാരം മഥനം തുടർന്നുകൊണ്ടിരിക്കെ അസുരന്മാർ വാസുകിയുടെ മുഖത്തു നിന്നും പുറപ്പെട്ട ആ വിഷവായു ഏറ്റ്
ഏറ്റവും തപിക്കുന്നതായിട്ട് കണ്ട് പിന്നീട് ദേവന്മാരുടെ ഭാഗത്തേക്കും ആ വിഷക്കാറ്റ് അങ്ങനെ വ്യാപിച്ചു. അപ്പോൾ ആ സമയം അല്ലയോ ഭഗവാനെ, അങ്ങയുടെ കാരുണ്യത്താലാകണം ദേവന്മാര് നിന്നിരുന്ന ആ ഭാഗത്ത് ആ വർഷമുണ്ടായി. അതുകൊണ്ട് അവർക്ക് ആ താപം കൂടുതലായിട്ട് അനുഭവിക്കേണ്ടി വന്നില്ല. എന്നാൽ അസുരന്മാരുടെ ഭാഗത്ത് അതുണ്ടായതും ഇല്ല എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. ദൈത്യോകേ ഭുജഗമുഖാനിലേന തപ്തേ തേനൈവ ത്രിദശകുലേഭിർകിഞ്ചിദാർത്തേ കാരുണ്യാത്തവ കില ദേവവാരിവാഹ പ്രാവർഷന്നമരഗണാന്ന ദൈത്യസംഘാൻ. 11-ാമത്തെ ശ്ലോകം. ഉദ്ഭ്രാമ്യത് ബഹുതിമിനക്രചക്രവാളേ തത്രാബ്ദൗ ചിരമധിദേവി നിർവികാരേ ഏകസ്ത്വം കരയുഗകൃഷ്ട സർപ്പരാജേ സംരാജൻ പവനപുരേശ പാഹി രോഗാത്. ഉദ്ഭ്രാമ്യത് ബഹുതിമി നക്രചക്രവാളേ തത്ര അബ്ദൗ ചിരമധിരേ അപി നിർവികാരേ ഏകഃ ത്വം കരയുഗ കൃഷ്ട സർപ്പരാജഃ സംരാജൻ പവനപുരേശ പാഹി രോഗാത്. മഥനം നടക്കുന്നതിനിടയിൽ ജലം അങ്ങനെ ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ അവസരത്തിൽ സമുദ്രത്തിൽ അനേകം ജീവജാലങ്ങൾ ഉണ്ടായിരുന്നു. അതാണ് പറഞ്ഞത്, മുങ്ങിപ്പൊങ്ങി ഭ്രമിക്കുന്ന അസംഖ്യം തിമിംഗലങ്ങളും മുതലകളും മറ്റു ജലജന്തുക്കളും നിറഞ്ഞിരിക്കുന്ന ആ സമുദ്രം അങ്ങനെ വളരെ കാലം കടഞ്ഞിട്ടും യാതൊന്നും കൊടുത്തില്ല. ഉദ്ഭ്രാമ്യത് ബഹുതിമി നക്ര ചക്രവാളേ. ഉദ്യത് ഭ്രാമ്യത് അങ്ങനെ മുങ്ങിപ്പൊങ്ങി ഭ്രമിക്കുന്ന വളരെയധികം തിമിംഗലങ്ങളും മുതലകളും മറ്റ് ജലജന്തുക്കളും നിറഞ്ഞിരിക്കുന്ന തത്ര അബ്ദൗ ആ സമുദ്രത്തിൽ ചിരമതിതേ അഭി വളരെ കാലം മതിച്ചിട്ടും അഭി നിർവികാരഹ അത് നിർവികാരമായിട്ട് തന്നെ തുടർന്നതേ ഉള്ളൂ. ആ സമുദ്രത്തിൽ നിന്ന് യാതൊന്നും ഉയർന്നു വന്നില്ല. അത്രയും നേരം അത്രയും നീണ്ട സമയം മതിച്ചിട്ടും യാതൊന്നും സംഭവിച്ചില്ല അവിടെ. അത് കണ്ടിട്ട് അങ്ങാകട്ടെ ഏകഹാത്വം അങ്ങ് തനിച്ച് കരയുഗ ക്ലിഷ്ട സർപ്പരാജേ ആ ദേവന്മാരെയും അസുരന്മാരെയും മാറ്റി നിർത്തിയിട്ട് ഭഗവാൻ തനിച്ച് തന്റെ ഇരു കൈകളും കൊണ്ട് വാസുകിയുടെ ഓരോ ഭാഗങ്ങളിലും പിടിച്ച്, അതായത് ഒരു കൈ തലയുടെ ഭാഗത്തും ഒരു കൈ വാലിന്റെ ഭാഗത്തും പിടിച്ചുകൊണ്ട് സ്വയം അതിനെ വലിച്ച് കടയുവാൻ തുടങ്ങി. അങ്ങനെ അസുരന്മാർക്കും ദേവന്മാർക്കും വിശ്രമം നൽകിക്കൊണ്ടും അത്യധികം അങ്ങനെ ശോഭിച്ചുകൊണ്ട് നിൽക്കുന്ന അല്ലയോ ഭഗവാനെ ഗുരുവായൂരപ്പ, അവിടുന്ന് എന്റെ സർവ്വരോഗങ്ങളിൽ നിന്നും മുക്തനാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മേൽപ്പത്തൂർ ഈ ദശകം ഇവിടെ അവസാനിപ്പിക്കുന്നു. ഉദ്ഭ്രാമ്യത് ബഹുതിമി നക്രചക്രവാളേ തത്രാബ്ദൗ ചിരമതിദേവി നിർവികാരേ ഏകസ്ത്വം കരയുഗ കൃഷ്ട സർപ്പരാജ സംരാജൻ പവനപുരേശ പാഹി രോഗാത്. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.